നമുക്ക് അവനെ അങ്ങ് പുറത്തേക്ക് വിട്ടാലോ? ആരെ? അവനെ മറ്റവൻ കല്ലൻമുള. കല്ലൻമുളയോ? ആ, നമ്മുടെ കല്ലൻമുളയുടെ ബിസിനസ്സേ. വേണു തന്നെ അല്ലേ അന്ന് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞത്? അതിനെ ഞാൻ അമ്മാവനെ കണ്ടില്ലല്ലോ. കണ്ടില്ല? ഇത് നല്ല ഏർപ്പാട്. എന്തോന്നാ രണ്ടുപേരും കൂടെ കല്ലൻമുളയുടെ ബിസിനസ് ഒക്കെ പറയുന്നത്? ഞങ്ങൾ കൂടെ ഒന്ന് അറിയട്ടെ. അല്ലളിയ, അളിയൻ വേണുവിന് 5000 രൂപ കൊടുത്തതും വേണു വാങ്ങിച്ചതും ഒക്കെ നേരാ. വേണുവിന് പണത്തിന് ഒരു അത്യാവശ്യം നേരിട്ടത് കൊണ്ട് ഒരു നുണ പറഞ്ഞതേ ഉള്ളൂ. എന്താ കേട്ടോടി, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അപ്പോ കൊച്ചയമാനെ എന്റെ കത്തും കാപ്പിയോ? പോടാപ്പുറത്ത്, ശബ്ദിക്കരുത്. അവന്റെ കത്തും കാപ്പി. എന്റെ മോനെ, നീ ഇങ്ങനെ കള്ളം പറഞ്ഞാലോ? അമ്മ നടങ്ങി നിൽക്ക്. അമ്മാവോട് ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു? എന്തിനാ വേണു ഇനിയും ഒളിക്കുന്നത്? നീ തന്നെയല്ലേ വന്ന ആ കാര്യം എന്നോട് പറഞ്ഞത്? ഞാൻ വന്ന് അമ്മാവോട് പറഞ്ഞു. ആ, നീ പറഞ്ഞപ്പോഴല്ലേ ഞാൻ 5000 രൂപ എടുത്തു തന്നത്. എന്താണിത്? 5000 രൂപ അമ്മാവൻ എന്റെ കയ്യിൽ കൊണ്ടു. അതെ, നിനക്ക് ബിസിനസ്സിലാണെന്ന് പറഞ്ഞില്ലേ? ഇത്ര പെട്ടെന്ന് അതൊന്ന് മറന്നുപോയി. അപ്പൊ അളിയനും 5000 രൂപ കൊടുത്തു അല്ലേ? കൊടുത്തു. ഇനി യാതൊരു രക്ഷയുമില്ല. എല്ലാവരെയും ഒന്ന് ചികിത്സിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ വേണു, കൈതമാശ പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. ഇനി ഒന്നും പറയണ്ട. ഇവിടെ നിന്നാൽ എനിക്കും ഭ്രാന്ത് പിടിക്കും. നിങ്ങൾക്കൊക്കെ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ മോനെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവനിങ്ങനെ പറയുകയില്ല. ദൈവമേ, ഞാൻ ഇനി എന്തോ ചെയ്യും? എടി ഭാരതി, നീ അതിനെന്തിനാ വെറുതെ അവിടെയൊക്കെ തല്ലി പൊട്ടിക്കുന്നത്? നീ ഒന്ന് അടങ്ങ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ഇത് സംഗതി സീരിയസ് ആണ് അളിയ. ആ, അല്പം സീരിയസ് ആണ്. നമുക്ക് ആലോചിച്ച് വേണ്ട പ്രതിവിധി ഉടൻ ചെയ്യണം. ആ, ഞാൻ ഇറങ്ങട്ടെ. വല്യമ്മനെ സുഖമില്ലാതിരുന്നിട്ടും കൊച്ചമ്മന്ന് കേസ് അന്വേഷിക്കാൻ പോകുന്നെന്ന് കേട്ടു. പിന്നെ അത് ഞാനും അറിഞ്ഞടാ. നാളെ വന്നിട്ടുണ്ടേ. കണിയാര് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ട് വരാ. നമസ്കാരമുണ്ട്. ആ, നാണു, എന്താ? വേണുവിന് ഒരു കുറവുമില്ലല്ലോടാ. ഇനി എന്താ ചെയ്യുക? ഒരു തള അങ്ങോട്ട് ശരിപ്പെടുത്തി തലയിൽ വെച്ചാലേ അതങ്ങോട്ട് മാറിക്കോളൂ. ആ, തളം നല്ലതാ, പ്രയോജനമുള്ളതാണെന്ന് കേട്ടിട്ടുമുണ്ട്. എന്നാ നമുക്ക് ഇന്ന് തന്നെ അത് തുടങ്ങിക്കളയാ. അതിന് ഈ വേണു എപ്പോൾ വരുമെന്ന് ആർക്കറിയാം? ഏതായാലും നമുക്ക് തളം ശരിപ്പെടുത്തി വെക്കാം. ആ, വന്നാൽ അവനെ അത് ചെയ്യാം. ഗോപാല, നീ പോയി തളത്തിനുള്ള മരുന്നെല്ലാം ശരിപ്പെടുത്തി വയ്ക്കും. അടിയനും കൂടെ പൊയ്ക്കോളേ. ശരി, നല്ലത്. നീ കൂടെ പോ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? രോഗത്തിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ആട്ടെ, ഈ തലയ്ക്കുള്ളിലിരുന്ന് എന്തെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇങ്ങനെ സംഭവിക്കാൻ കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും തകരാറ് കാണും. അല്ലെങ്കിൽ ഇത്ര വലിയ മറവി വേണുവിന് പറ്റേണ്ട കാര്യമില്ല. ആട്ടെ, ഞാൻ തന്ന രൂപയുടെ കാര്യം പോലും ഓർമ്മയില്ലല്ലോ. ഓ, അതാണോ കാര്യം? ആ, വന്ന കാലം നിൽക്കാതെ ഇരിക്കണം. അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലേ അമ്മാവ. അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ ചെന്നിരുന്ന് ഈ രൂപയുടെ കാര്യം സംസാരിക്കരുതെന്ന്? ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വം പറയുകയായിരുന്നു? മനഃപൂർവ്വം പറയുകയായിരുന്നു. മറന്നിട്ടൊന്നും അല്ലല്ലോ. അത് മറക്കാൻ ഒക്കുമോ? അമ്മാവൻ 5000 രൂപ തന്നു, അച്ഛൻ 5000 രൂപ തന്നു. ഓ, എന്റെ വേണു, ഞാനും അളിയനും എത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയാമോ? എന്തിന്? നിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ തകരാറ് പറ്റിയെന്നാ ഞങ്ങൾ കരുതിയത്. അതെ, പിന്നെ മറ്റവൻ വന്നു തുടങ്ങിയോ? ഏവൻ? ലവനെ, കല്ലൻമുള. ഓ, കല്ലൻമുള. അവനെ ഞാൻ ഇങ്ങനെ കെട്ടായി അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പണത്തിന് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അല്ല, എന്റെ പങ്കുകാരൻ പറയുന്നത് ഇനി ഒരു 5000 രൂപ കൂടി ഉണ്ടെങ്കിൽ വ്യാപാരം നല്ലതുപോലെ നടത്താമെന്നാണ്. അതങ്ങ് ധൈര്യമായി പറയരുത്. 5000 രൂപ കൂടി വേണം അല്ലേ? ഞാനുള്ളപ്പോ നിനക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. വാടാ, നീ വാടാ.
കൊച്ചമ്മ അമ്മൊന്നുമായിട്ട് നാട് വിട്ടു പോയോ? തോട്ടത്തിലിരുന്ന് അമ്മുക്കുട്ടി എനിക്കത് താഴെ. എന്തൊരു ദുർഗന്ധം, എന്തൊരു നാറ്റം. എന്തൊരു സ്മെല്ലിങ്ങും ഇതിന്. അമ്മുക്കുട്ടി നമ്മളിൽ എന്തൊരു സ്മെല്ലിങ്ങും. അമ്മുകുട്ടി, അമ്മുകുട്ടി, എടി അമ്മുകുട്ടി. അമ്മുകുട്ടി, എന്തൊരു തണുപ്പ്. ആ തീയൊന്ന് വേഗം കത്തിക്ക്. അമ്മുകുട്ടി ഭയങ്കരമായി തണുക്കുന്നു. ഒന്ന് വേഗം തിരി കത്തിക്ക്. എനിക്ക് തണുക്കുന്നില്ലല്ലോ കുഞ്ഞെ. എനിക്ക് തണുക്കുന്നു. വേഗം കത്തിക്കുന്നേ. ചെവി കേൾക്കുന്നില്ലേ? കത്തിക്കാം. കത്തിക്കേ. ഓ അധികം പ്രസംഗി. തണുപ്പ്. കത്തിക്ക ഒഴിക്കേ. തീപ്പെട്ടി വേണ്ടേ? ഞാൻ തന്നെ കത്തിക്കാം. നീ പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ കത്തിക്കാൻ പറഞ്ഞല്ലേ? എന്തൊരു കൂടുതലായത് അത് കൊള്ളാം. അവിടെ ഞാൻ കത്തിക്കാം. അയ്യോ ഭയങ്കര തണുപ്പ്. കത്തിക്കാൻ കുട്ടി. എന്താ കുട്ടി എന്താ കാണിക്കുന്നത്? അമ്മുക്കുട്ടി, നമ്മളിലുള്ള പ്രേമം തീ പോലും ഇട്ട് കത്തിച്ചാൽ കത്ത് വേണത്താണെന്ന് നീ വിചാരിക്കും. രണ്ടുപേരും പുറത്തു പോണം. പോകൂ.